നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുൾ മീനിട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഈ ചെറുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചെറുള്ളിയുടെ എല്ലാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളർ മാറി വരുമ്പോഴത്തേന് നമുക്കിതിലോട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളറൊന്ന് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. കാശ്മീരി മുളക് പൊടിയും അതേപോലെ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഈ കറിക്ക് ഉപയോഗിക്കുന്നില്ല. മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റാക്കിയിട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളത്തിന് ചെറിയ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മളിതിലോട്ട് കുടംപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിള വരുമ്പോഴത്തേന് നമുക്ക് മീൻ കഷ്ണങ്ങളും മീനിൻ്റെ തലയും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടി കറിവേപ്പിലയും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് ഈ കഷ്ണങ്ങൾ വേകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ഒന്ന് വേഗം നല്ല തിളയും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല കുറുകിയ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്